ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു പിച്ചക പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയായി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. ഇന്നത്തെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി. പക്ഷെ ഞാൻ ഇന്ന് മത്സരാർത്ഥി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതിഥി എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തും അനിയനുമാണ്. നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ഫ്ലൂട്ടിസ്റ്റാണ്. മാത്രവുമല്ല എൻ്റെ എത്രയോ സിനിമകൾക്ക് അദ്ദേഹം ഫ്ലൂട്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾക്കും അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു അതുല്യ കലാകാരനാണ്. അതായത് ഫ്ലൂട്ടിലൂടെ മാന്ത്രിക ശബ്ദം അല്ലെങ്കിൽ വിസ്മയങ്ങൾ തീർത്ത രാജേഷ് ചേർത്തലയാണ് ഇന്ന് നമ്മുടെ അതിഥി. വളരെ സ്നേഹത്തോടെ എൻ്റെ പൊന്നനിയനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജേഷ് ചേർത്തല. രാജേഷ് വന്നപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഒരു മാസ്മരിക ലോകത്തേക്ക് നമ്മളുടെ പ്രേക്ഷകരെ കൊണ്ടുപോകും എന്നൊരു വിശ്വാസവും അതിൻ്റെ ഒരു പ്രതീക്ഷയും ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ആ വികാരം തന്നെ ആയിരിക്കും. കാരണം ആ ഓടക്കുഴലിൽ ഒഴുകി വരുന്ന ആ പ്രപഞ്ച സംഗീതം അല്ലെ പ്രപഞ്ചനാദം നമുക്ക് കേൾക്കാൻ ഒരുപാട് കൊതിയായിട്ടിരിക്കുകയാണ്. ശ്രീകുമാരേട്ട, എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സ്റ്റുഡിയോകളിൽ കുറേ വർക്കിന് വായിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ശ്രീയേട്ട ഫ്രണ്ടിൽ നിന്ന് നോട്ടുകൾ പറഞ്ഞു തരികയാണ്. പക്ഷേ ഞാനിപ്പം മെയിനായിട്ട് വന്നിട്ടുള്ളത് അടുത്തിരുന്നിട്ട് ശ്രീയേട്ടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. കാരണം ഞാൻ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ പാടും. പക്ഷെ ഇന്ന് രാജേഷിന് വേണം എന്ന് പറഞ്ഞ് ഒത്തിരി നമ്മുടെ ഓൺലൈനിൽ ആൾക്കാരിങ്ങനെ ഒരുപാട് മെസ്സേജസ് അയക്കുകയാണ്. പറയാം നേടാം എന്ന ഷോയിൽ എന്തുകൊണ്ട് രാജേഷിനെ കൊണ്ടുവരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് മാത്രം വിളിച്ചതല്ല, കാരണം താങ്കളുടെ കഴിവാണ് അതിൻ്റെ ഏറ്റവും മുഖ്യ ഘടകം. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് തുടങ്ങിയാലും. തീർച്ചയായിട്ടും. ടേക്ക് യുവർ സീറ്റ്. എന്താണ് രാജേഷ് വിശേഷം? സുഖമായിരിക്കുന്നു? നല്ല വിശേഷം ചേട്ടാ. ഒത്തിരി സന്തോഷം ഈ ഒരു വേദിയിൽ, പ്രത്യേകിച്ച് ശ്രീയേട്ടനോടൊപ്പം ഇരിക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം. കാരണം ഞാൻ ഈ ഷോയെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എന്താ പറയുക, സ്ഥിരം കേൾക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടി സമയം എടുത്ത് കുറെ പാട്ടുകൾ ഇങ്ങനെ കേട്ടു. MG ശ്രീകുമാറിന്റെ പ്ലേലിസ്റ്റ് എന്താ പറയാ, ഞാൻ കാണാറുണ്ട്. കാരണം യൂട്യൂബിലൊക്കെ രാജേഷിൻ്റെ ഒരുപാട് ഫ്ലൂട്ടിൻ്റെ ചില കവർ സോങ്സ് അത് ഇത് എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇടുന്നതെല്ലാം ഞാൻ കാണാറുണ്ട്. ഒത്തിരി സന്തോഷം. കാരണം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അല്ല, ചേട്ടനെ പോലെ ആള് കാണുന്നതെന്ന് പറഞ്ഞത് നമുക്ക് അവാർഡല്ലേ. അപ്പൊ പുതിയ എല്ലാ ചിത്രങ്ങൾക്കും രാജേഷ് അല്ലേ വായിക്കുന്നത്? എല്ലാ എങ്കിലും വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ഒരു മോർ ദാൻ 80% രാജേഷിനാണ്. ഇപ്പം ഞാനൊരു പാട്ട് മ്യൂസിക് ചെയ്ത് ഇതിൻ്റെ ഫ്ലൂട്ട് വന്നു കഴിഞ്ഞാലും ആദ്യം പ്രിഫർ ചെയ്യുന്ന രാജേഷിനെയാണ്. ഒരുപാട് പേരുണ്ട് വായിക്കുന്ന, ഒരുപാട്. അതെ, ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകൾ. അപ്പോൾ പറയാൻ നേരം കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ കണ്ടു. അപ്പോൾ ഇതിനകത്ത് 3 സെഗ്മെൻ്റാണ്. കേറിവാട മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. 10 ചോദ്യമാണ്. അതിനിടെ നമുക്ക് കുറച്ച് പാട്ടുകളും കൂടെ ചേർത്ത് പോവാം. ഓക്കെ? തീർച്ചയായിട്ടും. അപ്പം ആദ്യത്തെ സെഗ്മെന്റ് കേറിവാട മക്കളെ, നമ്മൾ കേറാൻ പോവാണ്. ഓക്കെ, കേറിവാട മക്കളെ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും എല്ലാ എപ്പിസോഡിലും ഒരു സിനിമയെ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ. ഇന്നത്തെ ചിത്രം മഴവിൽ കാവടി. അതായത് എല്ലാവരും ഉണ്ട്. ജയറാം അല്ലേ, പറവൂർ ഭരതൻ, ഇന്നസെൻ്റ്, മാമുക്കോയ, ഉർവശി എന്ന് വേണ്ട എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് സൂപ്പർ ഹിറ്റ് ആക്കിയ മഴവിൽ കാവടി. ഇതിൻ്റെ സംവിധാനം സത്യൻ അന്തിക്കാടാണ്. അറിയാമല്ലോ? അറിയാം. അദ്ദേഹമായിരുന്നു ഒരു സമയത്ത്
ഈ എന്താണ് കുടുംബക്കാരുടെ കഥ. അതെ അതെ. അതായത് നമ്മുടെ ഒരു കുടുംബത്തിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ സിനിമയാക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ എന്തായാലും ഭാഗ്യം, നല്ലൊരു ചിത്രം കിട്ടി അല്ലേ? അതെ അതെ അതെ. മഴവിൽ കാവടി. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. മഴവിൽ കാവടി എന്ന ചിത്രം ഇറങ്ങിയ വർഷം ഏതാണ്? എ 1989, ബി 1990, സി 1988. ഇപ്പൊ ആലോചിക്കാണ് 1989 ആണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പൊ ആലോചിക്കുന്നത് വേണ്ടായിരുന്നു, ചേർത്തല നന്നായി ഈ സമയം ഫ്ലൂട്ടൊക്കെ വായിച്ചിരുന്നിരുന്ന ഈ ചോദ്യത്തിന് വെറുതെ ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. സത്യം. ഞാൻ ഹരിത എന്നെ വിളിച്ച് ഈ ഷോയ്ക്ക് വിളിച്ചപ്പോഴേക്കും അപ്പൊ ആദ്യം ലിങ്ക് അയച്ചു വന്നു. അപ്പൊ നോക്കിയപ്പോഴേക്കും ശ്രീയേട്ടനെ കണ്ടപ്പോ അറിയില്ല പക്ക മ്യൂസിക്കലാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാനൊരു നമ്മുടെ ബീന ആന്റണി ചേച്ചി വന്നൊരു എപ്പിസോഡ് മെയിനായിട്ട് കണ്ടത്. അപ്പോൾ ആദ്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ എന്നൊരു വൈൻഡ് അപ്പ് ചെയ്തോടെ വെച്ചിട്ട്. ഇതിനുശേഷം ഞാൻ ഫാമിലിയോട് പറഞ്ഞു, രാജി ശ്രീയേട്ടൻ ഈ ഒരു ഷോയിലേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ മ്യൂസിക്കലി ആണ്. അപ്പോൾ ഫാമിലിയാണ് പറഞ്ഞത് മ്യൂസിക്കലി അല്ല, പണി കിട്ടിയെന്ന് പറഞ്ഞു. പണി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം 89 ഒരു സംശയം പറഞ്ഞു, അത് വേണോ 90 വേണോ, ഏതാണ്, ഏത് നമുക്ക് എടുത്തിട്ട് പൂട്ടണം? 89 തന്നെ മതിയാകും. മതിയോ? എ 1989 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് സംഗീതാത്മകമായിട്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഷുവർ. മനോഹരമായിരിക്കും കേട്ടോ. കുഞ്ഞിക്കിളിയെ ഒരു കിളി പറന്നു പോയവരുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, തങ്കത്തോണി കാവടിയും കൊണ്ട് സരിപാരീസ സാരിഗരിക സാരി സരിപാരീസ സാരിഗരിക സാരി സരി മാമ മാമ നീ സാരി സാ 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 നീ സാരി സാ 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 നീ സാരി സാ സാ പാ പാ ദാ പ പാ സരി പാ രി സാ. ആദ്യം വായിച്ചത് SP വെങ്കടേഷ് സാറിൻ്റെ മധ്യമവധി, രണ്ടാമത് വായിച്ചത് നമ്മുടെ ജോൺസൺ മാസ്റ്റർ. നന്നായിരുന്നു. 1989. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 2000 രൂപ ഇതാ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അത് ഫ്ലൂട്ടി വായിച്ചാൽ എങ്ങനെയിരിക്കും? അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അത് കല്യാണി വായിച്ചാൽ എങ്ങനെയിരിക്കും? അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതാണ്